ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാം. ഇന്ന് നാളെയും വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത്. ഇന്നത്തെ ഫുൾ വിശേഷവും നമ്മൾ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വരാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ വിശേഷത്തിലേക്ക് തന്നെ പോകാല്ലേ. അങ്ങനെ നമ്മുടെ ആദർശ സത്യങ്ങളൊക്കെ അറിഞ്ഞു. നയനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഞാൻ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു, നീയും അമ്മയും തമ്മിൽ സ്നേഹത്തിലാണെന്നും അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. ഏതായാലും നീ എന്നെ പറ്റിച്ചു, നീ എന്നോട് വിശ്വാസവഞ്ചന ചെയ്തു, അതിന് ഞാൻ തരുന്ന ശിക്ഷ തന്നെയാണിത്. നിനക്കൊന്നെങ്കിൽ ഇവിടെ തുടർന്നു പോകാം, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ നിന്റെ വീട്ടിൽ പോയി നിന്നോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ മൂർത്തീസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനർ എന്ന ആ ഒരു സ്ഥാനവും ഒഴിയാൻ പറഞ്ഞു. അങ്ങനെ രാജിക്കത്തൊക്കെ നമ്മുടെ നയന കൊടുത്തിരിക്കുകയാണ്. ആദ്യം ഒന്നും ആർക്കും മനസ്സിലായില്ല, എന്താണ് പ്രശ്നം എന്നൊന്നും അറിയില്ലായിരുന്നു, എന്താണ് ആദർശ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം അനാമികയ്ക്കും ജലജയ്ക്കും അതുപോലെ ജാനകിക്കുമാണ്. അവര് ഓരോ കള്ളക്കഥകൾ പറഞ്ഞൊക്കെ ഉണ്ടാക്കിയ കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. നമ്മുടെ നയന മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് കോടിക്കണക്കിന് പൈസ തട്ടിയെടുത്തെന്നും അതുകൊണ്ടാണ് ആദർശ് നയനയെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് എന്നും ഒക്കെ പറഞ്ഞല്ലോ. പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പരത്തിന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശിന് മനസ്സിലായി, ഇനിയിപ്പോ സത്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, മുത്തശ്ശനോടും മുത്തശ്ശിയോടെങ്കിലും സത്യം പറയണം, ഇല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. നയനയും അറിയണം, ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് നയനയും അറിയണം. അങ്ങനെയാണ് നയനയോട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചത്. നീയും അമ്മയും സ്നേഹത്തിലാണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ട് ആഴ്ചകളായി. ഏതായാലും നീ ഇത് പറയുവോ ഇല്ലയോ എന്നൊക്കെ ഞാനും വിചാരിച്ചിരിക്കുകയായിരുന്നു. അമ്മ പറയാത്തത് പോട്ടെ, സാരമില്ല, അമ്മയ്ക്ക് എന്നോട് പറയേണ്ട കാര്യമില്ല. പക്ഷെ നീ അങ്ങനെയല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നീയും അമ്മയും ഒന്നിക്കാൻ വേണ്ടിയാ. അന്ന് ശബരിമലയ്ക്ക് ആ ഒരു 41 ദിവസത്തെ വ്രതം എടുത്തപ്പോൾ, കഠിന വ്രതം എടുത്തപ്പോഴും ഞാൻ പറഞ്ഞത് ഒന്നും മാത്രമേ ഉള്ളൂ, നീയും അമ്മയും ഒന്നിക്കണമെന്ന്. എന്നിട്ടും നീ എന്നോട് ഇത് പറയാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന് വെളിയിലാക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ വിവരം അറിഞ്ഞു കേട്ടോ. ആരാ അറിഞ്ഞത്? നമ്മുടെ നന്ദാവനത്തില് കനകയും ഗോവിന്ദനും ഒക്കെ അറിഞ്ഞു. അപ്പം കനകയും ഗോവിന്ദനും ഒന്നും അറിയില്ലായിരുന്നു നമ്മുടെ നയനയെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് വെളിയിലാക്കിയത് എന്തിനാണ് എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഈ വിവരം കനകയും ഗോവിന്ദനും അറിഞ്ഞു. നവ്യ മുഖേനയാണ് അറിഞ്ഞത്. നവ്യയോട് നയനയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം അവിടെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു പ്രശ്നമായി പോയിട്ടോ ഇവരൊക്കെ ഒത്തിരി സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല നമ്മുടെ നന്ദു ആണെങ്കിൽ ആ ഒരു ക്യാമ്പിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ പിന്നെ അവിടെ ഉള്ളത് കനകയും ഗോവിന്ദനും നവ്യയും മാത്രമാണ്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പം നമ്മുടെ ആദർശൻ ഇപ്പൊ ശത്രുത നയനയോട് മാത്രമല്ല നയനയുടെ വീട്ടുകാരോടും ഉണ്ട്. കാരണം കനകയും ഗോവിന്ദനും നവ്യയും നന്ദുവും ഒക്കെ അറിഞ്ഞിരുന്നു. എന്നിട്ട് അവർക്കും ആർക്കും തുറന്നു പറയാൻ തോന്നിയില്ലല്ലോ. എങ്കിൽ പിന്നെ മോളെ കൊണ്ട് തുറന്നു പറയിപ്പിക്കാൻ തോന്നിയില്ലല്ലോ. ഇതിപ്പോ അനാമികയുടെ അച്ഛനെ അമ്മയും പോലെ ആയി പോയില്ലേ എന്ന ഒരു ചിന്തയാണ്. കാരണം മകളോടൊപ്പം കൂട്ടി നിന്നു, അല്ലെങ്കിൽ പിന്നെ മകൾ തെറ്റ് ചെയ്തപ്പം അത് തിരുത്തി കൊടുത്ത് മകളെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു, ഭർത്താവിനോട് സത്യം പറയിപ്പിക്കണമായിരുന്നു എന്ന ആ ഒരു ചിന്തയിലേക്കൊക്കെ ആദർശ് പോവുകയാണ്. ദേവയാനി ഈ വിവരം അറിഞ്ഞു. അങ്ങനെ നമ്മുടെ ജയൻ ദേവയാനിയോട് പറയുന്നുണ്ട്. അപ്പം ജയനും ഈ വിവരം അറിഞ്ഞു കേട്ടോ. ജയനും മനസ്സിലായി ഇവർ തമ്മിൽ സ്നേഹമാണെന്ന്. അപ്പം ദേവയാനിയോട് എടുത്ത് കരഞ്ഞ് കാല് പിടിച്ചൊക്കെ നമ്മുടെ കരഞ്ഞ് കാല് പിടിച്ചല്ല, സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേക്കും നയന വന്നു. അമ്മ എങ്ങനെയെങ്കിലും ആദർശേട്ടൻ പറഞ്ഞ് മനസ്സിലാക്ക്, അമ്മയല്ലേ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന്. എന്നിട്ട് എന്താ ആദർശേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കാത്തത്? ആദർശേട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് പറയുമ്പം നമ്മുടെ ദേവയാനി ആദർശിനെ പോയി കണ്ട് സംസാരിക്കുകയാണ്. മോനെ, നീ ഒന്ന്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഒരിക്കലും നിന്നെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ നിന്നിൽ നിന്നും മറച്ചു വെക്കാനോ ഒക്കെ ശ്രമിച്ചത് വേറൊന്നും കൊണ്ടുമല്ല, നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ ഒന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അമ്മ അത് പറഞ്ഞു, അത് ശരിയാണ്, പക്ഷെ അവക്ക് എന്നോട് പറയാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ടല്ലോ. എന്ത് കാര്യം അറിഞ്ഞാലും ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ അറിയണമല്ലോ. ഇതിപ്പോ എന്നെ പൊട്ടൻ കളിപ്പിച്ച പോലെ ആയില്ലേ. അന്ന് നിങ്ങള് നന്ദാവനത്തിൽ പോവുകയും അവിടെ ഞാൻ വരികയും അമ്മയുടെ കാർ വെളിയിൽ കാണുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല സംശയം തോന്നിയതാണ്. അന്ന് മുതൽ ഞാൻ അന്വേഷിച്ചിറങ്ങിയതാണ് ഈ സത്യം എന്താണെന്ന് അറിയാന്. ഏതായാലും നയനെ അതിനു മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ക്ഷമിച്ചേനെ.
ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണല്ലോ നിങ്ങൾ ഒന്നിക്കണമെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതല്ലേ. എന്നിട്ടിപ്പം എല്ലാവരും കൂടി എന്നെ പറ്റിച്ചു. പോട്ടെ, എല്ലാവരെയും ഞാൻ പെടുത്തുന്നില്ല. കാരണം അമ്മയ്ക്ക് അമ്മയുടേതായ കാര്യങ്ങളും കാരണങ്ങളും കാണും. പക്ഷേ നയന എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അവൾ എന്നോട് അപ്പൊ ഒരു പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ലല്ലോ. അമ്മ എത്ര പറഞ്ഞാലും അമ്മ എന്തു പറഞ്ഞാലും എനിക്കിനി അവളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ വല്ലാതെ മുറിവേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് എന്നോട് ആരും ഒന്നും സംസാരിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് തന്നെ ദേവയാനി പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല. ദേവയാനി വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു. അങ്ങനെ ദേവയാനി ജയനോട് പോയി പറഞ്ഞു കാര്യങ്ങളൊക്കെ. എന്ത് ചെയ്യാനാണ്, ഞാൻ പറഞ്ഞിട്ടാ നയനമോള് പറയാത്തത്. ഞാൻ അവളോട് വാക്ക് മേടിച്ചതാണ്. അപ്പൊ പിന്നെ അവള് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് വിലയാണുള്ളത്, എൻ്റെ വാക്കിന് എന്ത് വിലയാണുള്ളത് എന്ന് ഞാൻ ചിന്തിക്കില്ലേ? അങ്ങനെ ഓർത്തിട്ടാണല്ലോ അവള് ആരോടും ഇത് പറയാതിരുന്നത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ജയേട്ടനെങ്കിലും പറഞ്ഞു മനസ്സിലാക്ക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ജയൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്ത് ചെയ്യണം എന്നൊന്നും. ഞാൻ അവനോട് എന്ത് പറയാനാണ്? ഇപ്പം നയന് ചെയ്തൊരു തെറ്റ് തന്നെയാണ്. അത് തെറ്റാണെന്ന് തന്നെ ഞാനും പറയും. നീ ഇപ്പൊ എന്തെങ്കിലും രഹസ്യങ്ങൾ എന്നോട് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇപ്പം നീ എന്നോട് ഇത് മറച്ചു വെച്ചു, പക്ഷെ അത് നീ മറച്ചു വെച്ചതിന് കാരണമുണ്ട്. കാരണം നിന്നെ ഞാൻ പറ്റിച്ചു, അല്ലെങ്കിൽ നിന്നോട് ആരും സത്യങ്ങൾ പറഞ്ഞില്ല, അതുകൊണ്ട് നീ ആ ഒരു രീതിയിലാണ് മറച്ചു വെച്ചത്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നയനയ്ക്ക് എല്ലാ സത്യങ്ങളും മുമ്പേ അറിയായിരുന്നു. അപ്പൊ നയന അത് മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. ആദർശിനോടെങ്കിലും ഒന്ന് തുറന്നു പറയായിരുന്നു എന്നല്ലേ ആദർശ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ ഇതിൽ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? സത്യത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി, പ്രത്യേകിച്ച് നയന പൊട്ടനാക്കുകയല്ലേ ചെയ്തത് ആദർശിനെ. അപ്പൊ പിന്നെ ഞാൻ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞാലൊന്നും ഇനി ആദർശ് കേൾക്കാൻ പോകുന്നില്ല. അവൻ ഞാൻ പറഞ്ഞാലും അനുസരിക്കാൻ പോകുന്നില്ല. അവന്റെ മനസ്സിൽ അത് കയറി കൂടി കഴിഞ്ഞു. നിങ്ങൾ അവനെ മണ്ടനാക്കി എന്നുള്ളത്, പ്രത്യേകിച്ച് നയന. ഏതായാലും ഞാൻ അവനോട് സംസാരിച്ച് നോക്കാടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആരോട്? ദേവയാനിയോട്. ഈ സമയത്ത് മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ നമ്മുടെ ദേവയാനി കാര്യങ്ങൾ പറയാണ്. അച്ഛാമ്മ, ഞാൻ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തത്. ഞാൻ തെറ്റ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നയനയോട് പറയരുതെന്ന് പറഞ്ഞു. അത് ഇതിനും മാത്രം വലിയ തെറ്റാണോ അച്ഛ അമ്മയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നയനയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ദേവയാനി, നീ മറച്ചു വെച്ചത് തെറ്റല്ല, പക്ഷേ നയനെ മറച്ചു വെച്ചത് തെറ്റ് തന്നെയാണ്. എന്തിനും ഏതിനും ആദർശിനെ ആയിരുന്നു അവള് ജീവിച്ചിരുന്നത്. പക്ഷെ ഇപ്പം അവള് സ്വയമേ തന്നെ എല്ലാം ഡിസൈൻസ് ഒക്കെ ചെയ്ത് ജീവിക്കുന്നു. ഡിസൈൻസ് ഒക്കെ ചെയ്ത് അതൊക്കെ വലിയ ഫേമസ് ആയിട്ടുണ്ട്. അവളിപ്പം സാധാരണ ഒരു പെൺകുട്ടി അല്ല എന്ന നിലയിലാണോ അവളിത് മറച്ചു വെച്ചത് എന്നുള്ളൊരു ചിന്ത ആദർശിന് തോന്നാതിരിക്കുവോ? തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദർശന് അത് വിഷമമായി കാണും. അതിപ്പം നമ്മള് തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് തെറ്റ് തന്നെയാണ്. ദേവയാനി നയനെ പറയാതിരുന്നത് പൂർണ്ണമായിട്ടും തെറ്റ് തന്നെയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും നയനയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നയന പറയുന്നുണ്ട് മുത്തച്ഛനോടും മുത്തശ്ശിയോടും, ഞാൻ ഒരിക്കലും അങ്ങനെ ആദർശേട്ടനെ ധിക്കരിച്ചോ ആദർശേട്ടനെ നിന്ന് മറച്ചു വെച്ചത് വേറൊന്നും കൊണ്ടും അല്ല, അമ്മ പറഞ്ഞിട്ട് മാത്രമാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇത് പറയുക എന്നുള്ളതല്ലാതെ നമ്മുടെ ആദർശനെ തിരുത്താൻ വേണ്ടി ആർക്കും കഴിയുന്നില്ല. മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞു നോക്കി, ദേവയാനി പറഞ്ഞു നോക്കി, ജയൻ പറഞ്ഞു നോക്കി, ഇതൊന്നും നമ്മുടെ ആദർശ് അംഗീകരിക്കുന്നില്ല. ആദർശ് അപ്പോഴും പറയുന്നത് തൻ്റെ ഭാര്യ തന്നെ ചതിച്ചു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ കനകയും ഗോവിന്ദനും അനന്തപുരി തറവാട്ടിൽ എത്തുകയാണ്. അനന്തപുരി തറവാട്ടിൽ എത്തുകയും ആദർശിനെ കാണുകയും ചെയ്യുന്നുണ്ട്. അവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിന്റെ കയ്യിൽ നിന്നും ഒരുപാട് വഴക്കാണ് കേൾക്കുന്നത്. അവരൊരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ആദർശ് പെരുമാറുകയാണ്. ഇനി ഒരിക്കലും ഞാൻ നന്ദാവനത്തിലേക്ക് വരികയോ ഞാൻ നയനിയുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുകയോ ചെയ്യില്ല. ഇവൾ എന്നോട് കാണിച്ചത് വിശ്വാസവഞ്ചന തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്നോട് പറയായിരുന്നു, പോട്ടെ, എന്നോട് അച്ഛന് പറയായിരുന്നു, അതുപോലെ അമ്മയ്ക്ക് പറയായിരുന്നു, ആർക്കെങ്കിലും ഒക്കെ എന്നോട് പറയായിരുന്നു. ഇവരെല്ലാവരും എന്നെ പറ്റിച്ചില്ലേ? അന്ന് ആ മുറിയിൽ കയറിയപ്പോൾ നിങ്ങൾ പൊടിയാണെന്നും പറഞ്ഞ് നിങ്ങൾ മാറ്റി എന്നെ വേറൊരു റൂമിൽ കയറ്റി. അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ പറ്റിക്കുകയല്ലായിരുന്നോ? എന്നെ ചതിക്കുകയല്ലായിരുന്നോ? ഈ ഒരു അവസ്ഥ എനിക്കുണ്ടായത് അത് നയന കാരണം തന്നെയാണ്. ഞാൻ ഈ ഒരു 2-3 ആഴ്ചയായിട്ട് വല്ലാത്ത പിരിമുറുക്കത്തിലായിരുന്നു. ഒന്ന് ജോലി പോലും നന്നായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ നയന ഇതൊക്കെ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് പറ്റിയേനെ എന്നൊക്കെ പറയാണ്. അപ്പൊ ഗോവിന്ദനും കനകദുർഗയും ഒക്കെ അവിടെ തെറ്റുകാരായിട്ട് സൃഷ്ടിക്കുകയാണ് കേട്ടോ നമ്മുടെ ആദർശം. തെറ്റുകാർ തന്നെയാണെന്ന് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് ഗോവിന്ദനോടും കനകദുർഗയോടും, ഈ ഒരു വഴക്ക് നമ്മളെ കൊണ്ട് ഒരിക്കലും മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് നയനയെ കൊണ്ട് മാത്രമേ മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർ കീരിയും പാമ്പും പോലെ ഇരുന്നല്ലായിരുന്നോ
നയനയെ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിച്ചില്ലേ ആദർശിനെ, അതും ഇതുപോലെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നയനയോട് പറയുന്നുണ്ട്, മോൾ ഒരു കാര്യം ചെയ്യണം. ആദർശ് അവനോട് മനസ്സിൽ ദേഷ്യം കൊണ്ടൊക്കെയാണ് പറയുന്നത്. മോള് അവൻ പറയുന്നത് കേട്ട് എടുത്തു ചാടി അനന്തപുരി തറവാട്ടിൽ നിന്നും ഇറങ്ങി പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് മോൾ അങ്ങനെ ഇറങ്ങി പോകരുത്, അങ്ങനെ പോകാൻ പാടില്ല. മോൾ ഇവിടെ പിടിച്ചു നിൽക്കണം, അവനെ നമുക്ക് ശരിയാക്കി എടുക്കാം, മോള് വിചാരിച്ചാൽ പറ്റും, മാറും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇപ്പോഴും അറിഞ്ഞിട്ടില്ലാത്തത് ജലജയും ജാനകിയും അനാമികയുമാണ്. എന്തിനാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് അവരറിഞ്ഞിട്ടില്ല കേട്ടോ. അവരോട് പറഞ്ഞിട്ടുമില്ല ദേവയാനിയൊക്കെ ഒന്നിച്ചു എന്ന്, ദേവയാനി നയനും ഒന്നിച്ചു എന്ന്. അവർ ഈ കൂത്തൊക്കെ കണ്ടിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പം ജലജയും നമ്മുടെ ജാനകിയും പറയുന്നുണ്ട്, ഈ സമയം മുതലെടുത്ത് നീ വേണം അവളുടെ ആ ഒരു സീറ്റ് പിടിച്ചടക്കാനായിട്ട്, മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ ഒക്കെ മനസ്സ് കീഴടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ നന്ദു ആയിക്കോട്ടെ, നന്ദുവും അനിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഒന്നും വിട്ടിട്ടില്ല കേട്ടോ. നന്ദു അവിടെ ക്യാമ്പിൽ പോയിട്ടും അനിയെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം ഡീപ്പായിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അനാമികയുമായിട്ട് ഒരിക്കലും നമ്മുടെ അനിക്ക് ഒത്തുചേർന്ന് പോകാനും പറ്റുന്നില്ല. അവർക്കിടയിൽ പൊട്ടിത്തെറികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വൻപൻ പൊട്ടിത്തെറികളൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. ഏതായാലും നയനയുടെ കാര്യം ഇച്ചിരി പ്രശ്നത്തിൽ തന്നെയാണ്. ഇനിയിപ്പം കുറച്ച് ദിവസത്തേന് നയനയും ആദർശും രണ്ടുപേരും കൂടി വഴക്ക് കൂടി അവർ രണ്ടുപേരും കൂടി ഭയങ്കര പോട്ടിയായിട്ടാട്ടോ മുന്നോട്ടേക്ക് വന്നത്. പോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി, അതായത് ബഹളവും അടിയൊക്കെ ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതായത് എൻ്റെതായ, അതായത് ഞങ്ങളുടേതായ ഭാഷയിൽ പറഞ്ഞതാണ് കേട്ടോ. പോട്ടി എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാന്നൊക്കെ ഞങ്ങൾ പറയും. അപ്പൊ അങ്ങനെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. ഏതായാലും നയന തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തും. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാമല്ലേ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോഴേ നമ്മുടെ വീഡിയോയ്ക്ക് ശബ്ദമില്ലായിരുന്നു. കുറച്ച് നേരം ശബ്ദം വന്നിട്ടൊരു മുക്കാലല്ല സോറി പകുതി ഭാഗത്തോളം ശബ്ദമില്ലായിരുന്നു. സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. നമ്മുടെ മൈക്കിന് ഇന്നലെ ചാർജ് ഇല്ലായിരുന്നു. പകുതി പറഞ്ഞപ്പോഴത്തേക്ക് മൈക്ക് ഓഫ് ആയിപ്പോയി. അത് ഞാനത് ഓർത്തുമില്ല, ഞാനത് കണ്ടുമില്ല. പെട്ടെന്ന് നമ്മൾ ഈ ഒരു പച്ച ലൈറ്റ് കത്തി നിൽക്കുമ്പം ഇത് നമ്മൾ ആക്റ്റീവാണ്, നമ്മുടെ മൈക്ക് ആക്റ്റീവാണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ പച്ച ലൈറ്റ് കിടുമ്പോഴാണ് ഇത് ബാറ്ററി ലോ ആയി പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ പച്ച ലൈറ്റ് കെട്ടുപോയ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, പക്ഷെ ആ ഒരു പറയുന്നതിന്റെ ആ ഒരു ധ്വരയിൽ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി നോക്കിയില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ആ ഒരു പകുതി ഭാഗത്തോളം ശബ്ദമില്ലാതെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത്. ഞാൻ അതിന് ഒരുപാട് ക്ഷമ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, കമന്റ് ഞാൻ വായിച്ചത് ഇന്ന് രാവിലെയാണ്. അതായത് നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ പെട്ടെന്ന് ഞാൻ അങ്ങ് കയറി നോക്കാറില്ല. കാരണം വേറെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു എന്താ പറയുക അക്കൗണ്ട് മാറ്റിയിടും. അപ്പൊ ഈ അക്കൗണ്ടിലെ വീഡിയോ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഞാൻ പിറ്റേ ദിവസം അതായത് ഞാൻ ഇന്ന് രാവിലെ ഗൗതമിന്റെയും നന്ദയുടെയും ഫുൾ വിശേഷം ഇട്ടപ്പോഴേക്കും അത് ഞാനൊന്ന് അക്കൗണ്ട് ഒന്ന് മാറ്റി. അപ്പോഴാണ് നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂ അക്കൗണ്ട് കിടക്കുന്നത് കണ്ടത്. ചുമ്മാ ഞാനൊന്ന് ഓപ്പൺ ആക്കി, രാവിലെയൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി നോക്കൂല്ലോ എത്ര പേരൊക്കെ കണ്ടെന്നറിയാൻ. അങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് കമന്റ്സ് വായിച്ചത്. കമന്റ്സിൽ അപ്പോഴാണ് ഞാൻ കണ്ടത് എല്ലാവരും സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞതൊക്കെ ഞാനത് കണ്ടതും നോക്കിയതും ഒക്കെ അപ്പോഴാട്ടോ മനസ്സിലായത്. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.